നമ്മുടെ ഭാര്യമാരെങ്ങനാകണം? നമ്മുടെ ഭാര്യമാര് എങ്ങനാകണോ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാ, പ്രിയമുള്ള ഉമ്മമാരോട് പറയുകയാ, നമ്മുടെ ഭാര്യമാരുണ്ടല്ലോ എങ്ങനെ ആകണമെന്നറിയോ? മഹദി ഖദീജ ബീവിയാരാ? ഖദീജ ബീവിയുടെ ജീവിതം എങ്ങനാ? നബി തങ്ങൾക്ക് സങ്കടങ്ങൾ വരുമ്പോ, യാതനകൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ, നൊമ്പരങ്ങൾ വരുമ്പോ നബി തങ്ങൾ കടന്നു വരികയാ. നബി തങ്ങൾ പറയുകയാ, സമ്മിലൂനി യാ ഖദീജ, പേടിയാ ഖദീജ, തലവഴി മൂടണേ ഖദീജ, സമാധാനപ്പെടുത്തണേ ഖദീജ എന്നെ പ്രിയമുള്ളവരെ പറയുമ്പോ നബി തങ്ങളെന്ന് പറയുന്നത് പടച്ചവനെ പാവപ്പെട്ടവനാ. ഖദീജ ബീവി എന്ന് പറയുന്നത് വല്ലാതെ സമ്പന്നനാ. ഖദീജ ബീവിക്ക് പടച്ചവനെ സുഖമില്ലാതെ വരുമ്പോ ആളുകൾ കടന്നു വന്നു കണ്ട് പറയുകയാ, ഖദീജ എന്തിനാ മുഹമ്മദിനെ കല്യാണം കഴിച്ചത്? ഖദീജ ബീവി അതാ പറയുകയാ, എന്റെ സമ്പത്ത് മുഴുവനുമുണ്ടല്ലോ റസൂലുള്ളാഹിക്ക് കൊടുത്തല്ലോ, എന്റെ ആഭരണങ്ങളുണ്ടല്ലോ റസൂലുള്ളാഹിക്ക് കൊടുത്തല്ലോ, എന്റെ ജീവിതമുണ്ടല്ലോ റസൂലുള്ളാഹിക്ക് കൊടുത്തല്ലോ. എന്നാ ഖദീജ ബീവി കരഞ്ഞുകൊണ്ട് പറയുകയാ, എനിക്കുണ്ടല്ലോ എന്റെ ഭർത്താവിന്റെ സമ്പത്ത് വേണ്ട, എനിക്കുണ്ടല്ലോ എനിക്കെന്റെ ഭർത്താവിന്റെ സമ്പത്ത് വേണ്ട, എനിക്കാകെ വേണ്ടതോ ഏതെന്നറിയോ? എനിക്കെന്റെ നബി തങ്ങളുടെ സ്നേഹമാ, എനിക്കെന്റെ നബി തങ്ങളുടെ സ്നേഹമാ. ഖദീജ ബീവിയോട് ആളുകൾ പറയാ, ഖദീജ എന്തിനാ മുഹമ്മദിനെ വിവാഹം ചെയ്തേ? മുഹമ്മദിന്റെ കയ്യില് സമ്പത്തില്ല, ആ മുഹമ്മദിന്റെ കയ്യില് ഒന്നുമില്ല. ഖദീജ ബീവി കരഞ്ഞുകൊണ്ട് പറയാ, എനിക്ക് മുഹമ്മദിന്റെ സമ്പത്ത് വേണ്ട, എനിക്ക് റസൂലുള്ളാഹിന്റെ സമ്പത്ത് വേണ്ട, എനിക്കെന്റെ ഭർത്താവിന്റെ സമ്പത്ത് വേണ്ട, എനിക്കെന്റെ ഭർത്താവിന്റെ സ്നേഹം മതി. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് പറയാ, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട് പറയാ, ഭാര്യമാർക്ക് കൊടുക്കേണ്ട സ്നേഹം എൻ്റെ പ്രിയപ്പെട്ടവരെ കൊടുക്കണം. എൻ്റെ ഭാര്യ സഹോദരിമാരോട് പറയാ, ഭർത്താക്കന്മാർക്ക് കൊടുക്കേണ്ട സ്നേഹം എൻ്റെ പ്രിയപ്പെട്ടവരെ കൊടുക്കണം. ഇല്ലെങ്കിൽ അത് വല്ലാത്ത പ്രയാസ. കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോ നമ്മളൊക്കെ പറയുന്നൊരു കാര്യ, സാറേ ഉമ്മ പറയുന്ന പോലെ എനിക്ക് എൻ്റെ വീട്ടിൽ നിൽക്കാൻ കഴിയൂ. അങ്ങനെയുള്ളവര് ആണാണെന്ന് ഞാൻ പറയില്ല. കാരണം എന്തേ? ഉമ്മാനെ അനുസരിക്കണം, വാപ്പാനെ അനുസരിക്കണം. അതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം എൻ്റെ പ്രിയപ്പെട്ടവരെ കൊടുക്കണം. പലരുടെയും കുടുംബ ജീവിതത്തിൽ ഈ തൊലാക്ക്, ഡിവോഴ്സ്, കുടുംബ പ്രശ്നങ്ങൾ കടന്നു വരാനുള്ള കാരണം എന്താ? മൂന്നാമതൊരാൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴാണ് പല പ്രയാസങ്ങൾ ഉണ്ടാകുക. ഒന്നെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അത് ബെഡ്റൂമിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു തീർത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പടച്ചവനെ, ഇതെന്ത് ചെയ്യും? ഈ ഭർത്താവ് എന്ന് പറയുന്നവൻ നേരെ പോയിട്ട് ഇവന്റെ പെങ്ങളോട് പറയും, പെങ്ങള് പടച്ചവനെ മാവേലി എക്സ്പ്രസ് വരുന്നത് പോലെ ഇടിച്ച് തുള്ളി നമ്മുടെ വീട്ടിലോട്ട് അങ്ങ് വരും. വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഭാര്യനെ ഫയർ ചെയ്യുന്നു, നീ അങ്ങനെ ഇങ്ങനെ. അവസാനം നാട്ടുകാരറിയുന്നു, പള്ളി കമ്മിറ്റി ഇടപെടുന്നു. അങ്ങനെ നാട്ടുകാരെല്ലാവരും ഇടപെട്ട് നല്ലപോലെ ജീവിച്ചു പോകേണ്ട രണ്ടുപേര് അവസാനം പിരിയുന്നൊരവസ്ഥ. അള്ളാഹു കാത്തിരിശുമാറാവട്ടെ, ഈമാൻ നൽകുമാറാവട്ടെ. പാടില്ല മൂന്നാമതൊരാൾ. നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞു തീർക്കാൻ കഴിയണം. പറഞ്ഞു തീരാൻ കഴിയുന്നില്ലെങ്കിൽ അത് അവരുടെ വീട്ടിൽ പറയണം. അല്ലാതെ നാട്ടിലും പെങ്ങന്മാരോടും അനുജന്മാരോടും ഇങ്ങനെ പറഞ്ഞ് നമ്മളിങ്ങനെ നിലവിളിച്ചെന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അള്ളാഹു കാത്തിരിശുമാറാവട്ടെ, ഈമാൻ നൽകുമാറാവട്ടെ. ഖദീജ ബീവി പറയാ, എനിക്കെന്റെ നബി തങ്ങളുടെ സമ്പത്തൊന്നും വേണ്ട, എനിക്കെന്റെ നബി തങ്ങളുടെ സ്നേഹം മാത്രം മതി. അതാണ് ഭാര്യ എന്ന് പറയുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു റഹ്മത്തിലേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. والضحى والليل إذا سجى ما ودعك ربك وما قلى
എന്നിങ്ങനെ അള്ളാഹുവിന്റെ ഖുർആനിലൂടെ അള്ളയതാ പറയുകയാ. എന്നിട്ട് അല്ല ഖുർആനില് വല്ലഹാ സൂറത്തിലൂടെ അല്ല പറയുകയാ, ഖദീജ ബീവിയുടെ സമ്പത്ത് കൊണ്ട്, ഖദീജ ബീവിയുടെ സമ്പത്ത് കൊണ്ട്, ഖദീജ ബീവിയുടെ സമ്പത്ത് കൊണ്ട് റസൂലുള്ളയുണ്ടല്ലോ വല്ലാത്ത ധനമുള്ളവരാ. ഖുർആൻ പറയുകയാ റസൂലുള്ള പാവപ്പെട്ടവനാ. ആ ഖദീജ ബീവിയുടെ സമ്പത്ത് കൊണ്ടാണ് റസൂലുള്ള ഇത്തിരിയെങ്കിലും ധനമുള്ള ആളായി മാറിയത്. അള്ളാന്റെ ഖുർആനാ പറഞ്ഞെ. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും നല്ല സ്വാലിഹത്തായ ഭാര്യ ആരാ? നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം, അള്ളാഹുവേ ഒരു സ്വാലിഹത്തായ ഭാര്യയെ തരണേ അല്ല, അല്ലേ? ഞാൻ വെറുതെ പറയണല്ല. സാലിഹത്തായ ഭാര്യ ഒരാൾക്ക് ജീവിതത്തിൽ കിട്ടിയില്ലെങ്കിൽ അവരെന്റെ പ്രിയപ്പെട്ടവരെ കഷ്ടപ്പെട്ടു അള്ളാഹിമ നൽകുമാറാവട്ടെ, അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ ഉദാഹരണം, പുറത്തുപോയി തിരിച്ചു വരുമ്പോ വീട്ടിൽ ഭാര്യ പ്രശ്നമാ. നമുക്ക് ആ വീട്ടിൽ കയറാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ മനസ്സുണ്ടാവോ? ഉണ്ടാകൂല. ഏറ്റവും നല്ല സ്വാലിഹത്തായ ഭാര്യ ആരാ? ഏറ്റവും നല്ല സ്വാലിഹത്തായ ഭാര്യ ആരാ? അതിരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, ഏറ്റവും നല്ല സ്വാലിഹത്തായ ഭാര്യയുണ്ടല്ലോ, ആരെന്നറിയോ? ഏതെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു ഉമ്മയാ മാതാവാ. ആ മാതാവിന്റെ അൽഹംദുലില്ലാഹ് ഗുണമേതാ? അവരുടെ മക്കളോട് അവരുടെ വാപ്പയെ പറ്റിയിട്ട് നല്ലത് പറയുന്നവളാ. ഏറ്റവും നല്ല ഭാര്യേതാ? ഏറ്റവും നല്ല സ്വാലിഹത്തായ ഭാര്യേതാ? അവരുടെ ഭർത്താവിനെ പറ്റിയിട്ട്, അവരുടെ വാപ്പയെ പറ്റിയിട്ട് അൽഹംദുലില്ലാഹ് അവരുടെ മക്കളോട് നല്ലത് പറയുന്നതാരാ? അവർ ഇൻഷാ അല്ലാഹ് സ്വാലിഹത്തായ ഭാര്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്വാലിഹത്തായ ഭാര്യ ആരാ? ഒരു സ്വാലിഹത്തായ ഭാര്യ എന്ന് പറഞ്ഞാൽ തന്റെ മക്കളോട് വാപ്പയെ പറ്റി നല്ലത് പറഞ്ഞു കൊടുക്കുന്നത് ആരാ? അവരാണ് സ്വാലിഹത്തായ ഭാര്യ. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. പല ആളുകളും എന്താ ചെയ്യുന്നേ? പല ഉമ്മമാരും പറയുന്നൊരു പരാതിയാ, ഭർത്താക്കന്മാരോട് പറയുന്നൊരു പരാതിയാ, മച്ചാ നിങ്ങളാണ് എന്റെ മക്കളെ കേടാക്കിയത്, നിങ്ങളാണ് എന്റെ മക്കളെ കേടാക്കിയത് എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ പറയാ, ഏറ്റവും കൂടുതൽ ഒരു മകനോ മകളോ ജീവിക്കുന്നത് ആരുടെ കൂടെയാ? അവരുടെ ഉമ്മയുടെ കൂടെയാ. ഇപ്പൊ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ജീവിക്കുന്നത് ആരുടെ കൂടെയാ? നമ്മുടെ ഉമ്മയുടെ കൂടെയാ. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. സ്ത്രീകളുടെ ഭാഗത്ത് ബക്കറ്റ് വരണുണ്ട്, കൊടുക്കാൻ കഴിയുന്നവരൊക്കെ അൽഹംദുലില്ലാഹ് ആത്മാർത്ഥമായിട്ട് കൊടുക്കുക. ഇവിടെ ബക്കറ്റ് ഉണ്ടാ? ഇവിടെ മുസാഫത്ത്, ഇവിടെ പിടിയൽ, ഇവിടെ കൊടുക്കൽ. ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. അപ്പോ പല സ്ത്രീകളും പറയുന്നൊരു കാര്യാ, മച്ചാ ഭർത്താവേ നിങ്ങളാണ് എന്റെ മക്കളെ ചീത്തയാക്കുന്നത്. ഒരിക്കലുമല്ല. ഏറ്റവും കൂടുതൽ നമ്മുടെ മക്കൾ ജീവിക്കുന്നത് ആരുടെ കൂടെയാ? നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരുടെ കൂടെയാ. ആ ഉമ്മ വാപ്പയെ പറ്റി നല്ലത് മക്കളോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ അൽഹംദുലില്ലാഹ് സാലിഹത്തായ ഭാര്യ നബിയനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം